അത്രയും പാവപ്പെട്ട ആളാല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തീരെ തിന്നാനും കുടിക്കാനും അങ്ങനെയാറ്റം വിചാരിച്ചു പോയിനെങ്കിൽ അങ്ങനെ ചിലരുടെ അവതരണത്തിൽ വരാറുണ്ട്. റസൂലുള്ളാഹിക്ക് ഉപ്പിയില്ല ഉമ്മയില്ല, എല്ലാ പാലും കൊടുക്കുന്ന സ്ത്രീകളും നബിതങ്ങളെ മാറ്റി നിർത്തിയിട്ടേ ഈ കുട്ടിനെ ഏറ്റെടുത്ത ഒന്നും ശമ്പളം കിട്ടൂല, അതുകൊണ്ട് അലീമ ബീവി ആരെങ്കിലും എടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് എടുത്തു. ഇങ്ങനത്തെ ഒരു മൗലിദ് പാടാനും പാടില്ല, അവതരിപ്പിക്കാനും പാടില്ലെന്ന് ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത് അൽ ഹാവിലിൽ ഫതാവയിൽ ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇപ്പം അടുത്ത് ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു. 110കാരാണ് ആ വീഡിയോ ഇറക്കിയേക്കുന്നത്. ഒരു ഉപ്പ തൻ്റെ കുട്ടിനെ ഷോൾഡറിൽ ഇങ്ങനെ പിഞ്ചോമനെ പൈതലിനെ എടുത്തിട്ടുള്ള സെൽഫിയാണ്. മുത്തിനെ പേര് ഉപ്പ മരിച്ചുപോയി. അപ്പോൾ കുട്ടി വാവക്ക് ആരുമില്ല, ഉമ്മയും മരിച്ചുപോയി, ആരുമില്ല. അപ്പോൾ ഈ കുട്ടി ആരുമില്ല എന്നിട്ട് കരച്ചിൽ. അടിക്കുറിപ്പോൾ 110കാരുടേത് എന്തെന്നറിയാം, ഈ കുഞ്ഞി വാവക്കുള്ള സ്നേഹം പോലും നമുക്കില്ല. അങ്ങനെയല്ല റസൂലുള്ളാഹിനെ അവതരിപ്പിക്കേണ്ടത്. വെറുതെ നമ്മൾ പഠിക്കലില്ലല്ലോ, വെറുതെ നമ്മൾ പഠിക്കാറുണ്ട്. വെറുതെ ഒന്ന് പഠിച്ചു നോക്കൂ. ബുർദ ഒരു അത്ഭുതമാണ് ശരിക്കും പറഞ്ഞാൽ. ബുർദയുടെ ഒരു വരി പഠിച്ചാൽ ഡീപ്പായി പഠിക്കുന്ന സമയത്ത് ആ വരിയിൽ തോന്നുന്ന ഒരു സംശയത്തിന്റെ മറുപടി ആയിരിക്കും അടുത്ത വരിയിൽ ഉണ്ടാവുക. അത് ബുർദക്ക് അള്ളാഹു കൊടുത്തൊരു പ്രത്യേകതയാണ്. ഒരു ഉദാഹരണം മാത്രം പറഞ്ഞ് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ലലംതു സുന്നത മൻ അഹ്യല്ലലാമ ഇല. ആ വരി കഴിഞ്ഞ ഉടനെ വരുന്ന വരി എന്താണെന്നറിയാം? വശദ്ദ മിൻ സഖബിൻ അഹ്ശഅഹു വതവ. കല്ല് വയറിനെ വെച്ച് കെട്ടി നടന്നിട്ട് വിശപ്പ്, കഠിനമായ വിശപ്പ് അനുഭവിച്ച ആളാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തഹ്തൽ ഹിജാറത്തി കശൻ മുത്രഫൽ അദമി. ആ സൈഡ് ഇങ്ങനെ വരിന് കെട്ടിയിട്ടുണ്ട്. കല്ല് കെട്ടിയതിന് 2 ലക്ഷ്യം. ഒന്ന്, നിവർന്ന് നിൽക്കണം, അപ്പോൾ ഒരു കനമുള്ളത് വേണം. രണ്ടാമത്തത്, ഒന്ന് വലിച്ചു കെട്ടിയാൽ ഒരു ചെറിയ തണുപ്പ് കിട്ടുമല്ലോ. തലവേദനയൊക്കെ വന്നാൽ ഒരു ഷാളോ ടവലോ എടുത്ത് വലിച്ചു കെട്ടിയ ഒരു ചെറിയൊരു തണുപ്പ് കിട്ടുമല്ലോ, അതാണ്. അപ്പൊ ഈ വായന ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്ക് തോന്നുകയാണ് അത്രയും പാവപ്പെട്ട ആളാല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തീരെ തിന്നാനും കുടിക്കാനും അങ്ങനെയാറ്റം വിചാരിച്ചു പോയിനെങ്കിൽ അങ്ങനെ ചിലരുടെ അവതരണത്തിൽ വരാറുണ്ട്. റസൂലുള്ളാഹിക്ക് ഉപ്പിയില്ല ഉമ്മയില്ല, എല്ലാ പാലും കൊടുക്കുന്ന സ്ത്രീകളും നബിതങ്ങളെ മാറ്റി നിർത്തിയിട്ടേ ഈ കുട്ടിനെ ഏറ്റെടുത്ത ഒന്നും ശമ്പളം കിട്ടൂല, അതുകൊണ്ട് അലീമ ബീവി ആരെങ്കിലും എടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് എടുത്തു. ഇങ്ങനത്തെ ഒരു മൗലിദ് പാടാനും പാടില്ല, അവതരിപ്പിക്കാനും പാടില്ലെന്ന് ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത് അൽ ഹാവിലിൽ ഫതാവയിൽ ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇപ്പം അടുത്ത് ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു. 110കാരാണ് ആ വീഡിയോ ഇറക്കിയേക്കുന്നത്. ഒരു ഉപ്പ തൻ്റെ കുട്ടിനെ ഷോൾഡറിൽ ഇങ്ങനെ പിഞ്ചോമനെ പൈതലിനെ എടുത്തിട്ടുള്ള സെൽഫിയാണ്. മുത്തിനെ പേര് ഉപ്പ മരിച്ചുപോയി. അപ്പോൾ കുട്ടി വാവക്ക് ആരുമില്ല, ഉമ്മയും മരിച്ചുപോയി, ആരുമില്ല. അപ്പോൾ ഈ കുട്ടി ആരുമില്ല എന്നിട്ട് കരച്ചിൽ. അടിക്കുറിപ്പോൾ 110കാരുടേത് എന്തെന്നറിയാം, ഈ കുഞ്ഞി വാവക്കുള്ള സ്നേഹം പോലും നമുക്കില്ല. അങ്ങനെയല്ല റസൂലുള്ളാഹിനെ അവതരിപ്പിക്കേണ്ടത്. ഉപ്പില്ല ഉമ്മയില്ല, ദരിദ്രൻ, അങ്ങനെ അവതരിപ്പിക്കരുത്. അതുകൊണ്ടാണ്, ആ ചിന്ത വരുന്നോണ്ടാണ് ആ വരിയുടെ തൊട്ട് ശേഷം അൽ ആലിമുൽ അല്ലാമ അൽ ഫഹാമ ബഹ്റുൽ ഉലൂം ഇമാം ബൂസിരി റളിയല്ലാഹു അൻഹു അടുത്ത വരി കൊണ്ടുവരുന്നത്. അയ്യയ്യോ, വിശപ്പ് കൊണ്ട് കല്ല് വെച്ച് കെട്ടി നടന്നു എന്ന് പറഞ്ഞാൽ തിന്നാനില്ലാത്തോണ്ടല്ല, അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട. അത് അടുത്ത വരി കണ്ടോ. വറാവദതുൽ ജിബാലു ശുമ്മു മിൻ ദഹബിൻ. ജബൽ അബീ ഖുബൈസ് അടക്കമുള്ള 5 പർവ്വതങ്ങൾ വന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, മിൻ ദഹബിൻ, സ്വർണ്ണാവട്ടെ നബിയേ. തങ്ങൾ ഫഅറാഹ അയ്യമശമി, ഗെറ്റ് ഔട്ട്, പോടാത്, സ്വർണം, ഇത് സ്വർണം. അപ്പം ഇങ്ങനെ പഠിക്കുമ്പോൾ ഒരാൾക്ക് തോന്നും ഇത്രയും വിശപ്പും കഷ്ടപ്പാടൊക്കെ ഉണ്ടായിട്ടും സ്വർണ്ണാവട്ടെ എന്ന് 5 പർവ്വതങ്ങൾ വന്നിട്ടും വേണ്ടാന്ന് പറയാനുള്ള കാരണം എന്താണ്? അതാ അടുത്ത വരി. തങ്ങൾക്ക് സമ്പത്ത് ഇല്ല എന്നല്ല, തങ്ങൾക്ക് സമ്പത്ത് വേണ്ട എന്നാണ് നമ്മൾ പഠിക്കേണ്ടതും പ്രയോഗിക്കേണ്ടതും അവതരിപ്പിക്കേണ്ടത്. അതെന്താ തങ്ങൾക്ക് സമ്പത്ത് വേണ്ടാത്തത്? അതാ അടുത്ത വരി. തങ്ങളാണ് ദുനിയാവ് സൃഷ്ടിക്കാൻ തന്നെ കാരണം. പിന്നെ എങ്ങനെ തങ്ങൾക്ക് ദുനിയാവിനോട് പൂതിയുണ്ടായാലും? മർക്കസിൽ നടത്തിയ ഇന്റർവ്യൂവിന് കാന്തപുര ഉസ്താദ് തോറ്റു എന്ന് ആരെങ്കിലും പറയോ? എത്താണ് ഈ പറയണത്? തങ്ങളാണ് ദുനിയാവ് സൃഷ്ടിക്കാനുള്ള കാരണം തന്നെ. പിന്നെ എങ്ങനെയാ തങ്ങൾക്ക് ദുനിയാവിനോട് പൂതി ഉണ്ടായാല്? ഇങ്ങനെ നിറഞ്ഞു നിന്നിട്ട് അത് അടുത്ത വരി വരുന്നത് മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ അറബിൻ വമിൻ അജമി. ഇങ്ങനെ നമ്മൾ ബുർദ പഠിക്കും. കേട്ടോ, ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ
മഹബത്ത് വെച്ചതിൻ്റെ മഹബത്ത് വെക്കുന്നതിൻ്റെ ആദ്യാടയാളമായിട്ടാണ് ബൂസരി ഇമാം ബുർദൻ്റെ ആദ്യത്തെ ഫസ്ൽ അങ്ങനെ ക്രമീകരിക്കണം. ആദ്യത്തെ ഫസ്ലിൽ ബുർദയിലുള്ളത് മഹബത്ത് എന്താവണം, ബുർദൻ്റെ രണ്ടാം ഫസ്ലിലുള്ളത് മുഹിബ് ആരാവണം, മൂന്നാമത്തെ ഫസ്ലിൽ തുടങ്ങുന്നു മഹബൂബ് ആരാണ്. നിങ്ങൾ അങ്ങനെ ഒന്ന് ബുർദ ഈ റബീഉൽ അവ്വലിൽ പഠിച്ചു നോക്കിയേ, എന്തൊരു മനോഹാരിത ഉണ്ടാവും. വിഷയത്തിലേക്ക് വരും. അങ്ങനെ ഒരാൾ മഹബത്ത് വെച്ചാൽ അയാൾക്ക് സ്വന്തത്തിന് ഓർമ്മ ഉണ്ടാവില്ല. അതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗുഹയിലേക്ക് കയറാൻ നോക്കുമ്പോൾ ബുഖാരിയിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ താഴെ ഇരുത്തിയിട്ട് പറയുന്നുണ്ട്, മക്കാനക്ക് യാ റസൂലുള്ളാഹ്, തങ്ങളൊന്ന് പുറത്ത് കുറച്ച് സമയം ഇരിക്കുമോ. എന്താ സിദ്ദീഖേ, ഗുഹയിൽ വല്ല ഇഴജന്തുക്കളും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വല്ല ഉപദ്രവകാരിയും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഞാനൊന്ന് ശരിയാക്കിയിട്ട് വരാം, തങ്ങൾക്ക് റാഹത്തോടെ ഗുഹയിലേക്ക് കയറാം എന്ന് പറഞ്ഞു. അപ്പോൾ സിദ്ദീഖ് കയറിയാൽ സിദ്ദീഖിന് ആ ഇഴജന്തുക്കൾ കുത്തൂലേ? അതിന് സിദ്ദീഖങ്ങൾ ഇല്ലല്ലോ. സിദ്ദീഖങ്ങളെ മനസ്സിൽ സിദ്ദീഖങ്ങൾ ഡിലീറ്റ് ആയിട്ടുണ്ട് നേരത്തെ തന്നെ. അങ്ങനെ എല്ലാം വൃത്തിയാക്കിയിട്ട് തങ്ങളെ കയറ്റി. ഒരു ഗുഹയുടെ ബാക്കിയായപ്പോൾ അവിടെ കാല് നീട്ടി വെച്ചിട്ടുണ്ട്. ആ കാലിൽ ലോകത്തിൻ്റെ രാജാവിനെ മടിത്തട്ടായി തലേണയായി കടത്തി. അപ്പോൾ സിദ്ദീഖങ്ങൾക്ക് ക്ഷീണമില്ലേ? അതിന് സിദ്ദീഖന്നില്ലല്ലോ, പിന്നെ എങ്ങനെ ക്ഷീണം ഉണ്ടാവുക? കണ്ടോ പ്രേമത്തിൻ്റെ ലോകം കണ്ടങ്ങൾ? ആയിടക്കാണ് പാമ്പൊന്ന് ആനു കുത്തിയത്. സിദ്ദീഖങ്ങൾ തൻ്റെ ശക്തി കൊണ്ട് കാല് വലിച്ചിട്ടില്ല, പക്ഷേ കണ്ണിലെ വെള്ളം റിഫ്ലക്ഷനാണ്. മേ ബി സ്റ്റഡീഡ് ഫ്രം ഫിസിക്സ് എന്ന് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. കണ്ണിലെ വെള്ളം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല. അത് ഉറ്റിയ സമയത്താണ് സിദ്ദീഖങ്ങളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമമുണ്ടായത്. അല്ലാ, ലോകത്തിൻ്റെ നേതാവിൻ്റെ ആ റോസാപ്പൂ പോലുള്ള കവിൾത്തടത്തിൽ ഉറ്റിയല്ലോ. നെട്ടിയപ്പോൾ ചോദിച്ചു, എന്തു പറ്റി അബൂബക്കറെ? രണ്ട് ഉത്തരം കൊടുക്കണത്. ഒന്ന് ഒരു ദുനിയാവിൻ്റെ ഉത്തരം, രണ്ട് ആഖിറത്തിൻ്റെ ഉത്തരം. ഒന്നാമത്തെ ഉത്തരം എന്തു പറ്റി? പാമ്പ് കടിച്ചു, അത് ദുനിയാവും. രണ്ടാമത്തെ ഉത്തരം ഉടനെ വരുന്നുണ്ട്, ഫിദാക്ക അബീവ ഉമ്മി യാ റസൂലുള്ളാഹ്, എൻ്റെ ഉപ്പാനും ഉമ്മാനും വിറ്റിട്ടെങ്കിലും എൻ്റെ മുത്ത് തങ്ങളെ ഞാൻ സംരക്ഷിക്കും, തങ്ങൾ ഉറങ്ങിക്കോളി. ഉമ്മുനീര് പുരട്ടിയിട്ട് ഷിഫയാക്കി ഗുഹയിൽ നിന്ന് ഇറങ്ങി. അല്ല അബൂബക്കറെ, ഒരു സംശയം. എന്ത് നബി? നിന്റെ കയ്യിൽ നല്ല ഒരു ജോഡി ഡ്രസ്സ് കണ്ടിരുന്നല്ലോ, അതെവിടെ പോയി? അത് മൊത്തം കീറി കഷ്ണാക്കിയിട്ടല്ലേ ഗുഹയിലെ ദ്വാരം അടച്ചത്. ആ ദ്വാരം മാത്രമായിരുന്നല്ലോ, ഫുൾ ദ്വാരങ്ങളായിരുന്നു. അതൊക്കെ അടച്ച് ശരിയാക്കിയതാ. പിന്നെ എൻ്റെ കയ്യിലെ ഡ്രസ്സ് തീർന്നു നബിയെ. അപ്പോഴാണ് കാലിന് പാമ്പ് കടിയേറ്റത്. തങ്ങൾ കരഞ്ഞുപോയി. അപ്പോൾ ഇനിയുള്ള യാത്രയിൽ സിദ്ദീഖിന് ഡ്രസ്സ് വേണ്ടേ? അതിന് സിദ്ദീഖില്ലല്ലോ ഡ്രസ്സ് ഇടാൻ. ഞാൻ വേണ്ട നബിയെ. അന്നേരമാണ് തങ്ങൾ ദ്വാരുന്നത്, എൻ്റെ സിദ്ദീഖിന് അമ്പിയാക്കടെ കൂടെ തന്നെ സ്വർഗ സീറ്റ് കൊടുക്കണേ. അള്ള പറഞ്ഞു, ഒക്കെ നേരത്തെ കൊടുത്തു നബിയെ, സിദ്ദീഖിന് കൊടുത്തിട്ടില്ലെങ്കിൽ ആയിരിക്കാം കൊടുക്കുക. യാത്ര പോയി ചെയ്തുകൊണ്ടിരിക്കുക. യാത്രക്കിടയിൽ അതാ ഒരു ഗ്ലാസ് പാല് കിട്ടുന്നു ഒരു സ്ഥലത്തുനിന്ന്. കലശമായ ദാഹം രണ്ടുപേർക്കും ഉണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു കുടിക്കുന്നു. പകുതി ഭാഗം സിദ്ദീഖ് തങ്ങളുടെ നിർബന്ധം കൊണ്ട് തങ്ങൾ കുടിച്ചു. എന്നിട്ട് തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്തു. എന്തിന് എനിക്കിത്? തങ്ങൾ കുടിക്കും. മുക്കാഭാഗം കുടിപ്പിച്ചു. തങ്ങൾ കുടിക്കും നബിയെ. സിദ്ദീഖ് തങ്ങളെ നിർബന്ധം കൊണ്ട് തങ്ങൾ ഫുള്ള് കുടിച്ചു. തങ്ങളെ കുടിപ്പിച്ചു. എന്നിട്ട് ഗ്ലാസ് വാങ്ങിയിട്ട് ഒരു തുള്ളി ബാക്കിയില്ല, കാലി. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട് കിതാബിൽ, എൻ്റെ ദാഹം മാറി നബിയെ. കാരണം സിദ്ദീഖില്ലല്ലോ, സിദ്ദീഖ് മുത്തുനബിയിൽ മേർജാണല്ലോ. അതുകൊണ്ട് തന്നെ സിദ്ദീഖിൻ്റെ ദാഹം മാറി നബിയെ. അതാണ് സിദ്ദീഖ് എന്ന മഹബത്ത്. കണ്ടു? ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടാണ് പറഞ്ഞത്, ലോകത്ത് എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ട സ്വത്ത് സിദ്ദീഖിൻ്റെ സ്വത്താണ്. അപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയത്. ഇപ്പം തങ്ങൾക്ക് സിദ്ദീഖ് വേറെ തന്നെയല്ലേ? അങ്ങനെ ആക്കല്ല നബി. അബൂബക്കറും അബൂബക്കറിൻ്റെ സ്വത്തും തങ്ങൾക്കുള്ളതല്ലോ. രണ്ട് ഗോത്രങ്ങൾക്കിടയിലുള്ള പ്രശ്നം തീർക്കാൻ വേണ്ടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇമാമത്ത് തങ്ങളെ ഏൽപ്പിച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് പോയി. തിരിച്ചു വരുമ്പോഴേക്ക് ബാങ്ക് ഇഖാമത്തിൻ്റെ സമയമായതുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു ഇഖാമത്ത് കൊടുക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് സീനിയറായ ആളോട് ചോദിച്ചു, ഇഖാമത്ത് കൊടുക്കാല്ലേ? ആ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൈകെട്ടി നിസ്കാരം തുടങ്ങി. ബാക്കി എല്ലാവരും മഅ്മൂമികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വന്നപ്പോൾ സ്വഹാബത്തിന് തങ്ങളെ ബേക്കിൽ നിർത്തിയിട്ട് ഒരു അനുഭവവും പരിചയമില്ലല്ലോ. സ്വഹാബത്ത് ഇങ്ങനെ ചുരുണ്ട് നിന്ന് തങ്ങളെ ഒന്നാം സഫിലേക്ക് എത്തിച്ചു. അപ്പോഴാണ് സിദ്ദീഖ് അങ്ങൾക്ക് മനസ്സിലായി തങ്ങൾ എത്തിയിട്ടുണ്ട്. സിദ്ദീഖ് അങ്ങൾ ബേക്കോട്ടേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ തങ്ങൾ പറഞ്ഞു, നിസ്കാരല്ലേ, അലാഫി സ്വലാത്ത്, നിസ്കാരല്ലേ, സ്റ്റോപ്പ് ദെയർ, അവിടെ നിൽക്കൂ.
സിദ്ദീഖ് തങ്ങൾ നിന്നിട്ടൊന്നുമില്ല. ബേക്കോട്ടേക്ക് വന്ന് തങ്ങൾ ഇമാമായി നിസ്കാരം കഴിഞ്ഞു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം തങ്ങൾ ചോദിച്ചു, അബൂബക്കറിനോട് ഞാനല്ലേ പറഞ്ഞത് അവിടെ തന്നെ നിൽക്കാൻ, എന്താ നിൽക്കാതിരുന്നത്? ക്വസ്റ്റ്യൻ വന്നത് സിദ്ദീഖ് എന്നോട്. ഇനി മറുപടി പറയുന്നതിന് മുമ്പ് നമുക്ക് സിദ്ദീഖ് തങ്ങളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടോക്കാം. ആരാണ് ഈ സിദ്ദീഖ് തങ്ങൾ? ലോകത്ത് 360 നന്മ ഉണ്ട്, ഏതെങ്കിലും നന്മ ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിലെത്തും എന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖ് എൻ്റെ ചോദ്യം, അഫിയ ഹസ്ലത്തുൻ വാഹിദ, എനിക്ക് ഏതെങ്കിലും ഒന്നുണ്ട് നബിയെ, എങ്ങനെങ്കിലും ഒന്ന് കഴിച്ചലാവാനാണ്. ആ ചോദ്യത്തിൻ്റെ താഴ്മ ഉണ്ടെങ്കിൽ അഫിയ ഹസ്ലത്തുൻ വാഹിദ, എനിക്ക് ഏതെങ്കിലും ഒന്നുണ്ട് നബിയെ, ഒന്ന് രക്ഷപ്പെട്ട് കിട്ടാനാണ്. അപ്പോൾ സിദ്ദീഖ് എന്നോട് തങ്ങൾ പറയുന്നുണ്ട്, മോനെക്കുറിച്ച് ഇവിടെ ചർച്ചയില്ല, മോനിക്ക് 360 ഉണ്ട്. ലോകത്താദ്യമായിട്ട് വലത് കൈയിൽ മഹ്ശറിൽ കിതാബ് കിട്ടല് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനാണെന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് തങ്ങളോട് ചോദിച്ചു, സിദ്ദീഖ് അങ്ങക്കല്ലേ ശരിക്കും കിട്ടേണ്ടത്? മറുപടി, സിദ്ദീഖ് കാല് കുത്തുമ്പോഴേക്കും മലക്കൾ പൊക്കിയെടുത്ത് സ്വർഗത്ത് കൊണ്ടുപോകും, വെയിറ്റിങ്ങിനൊന്നും സിദ്ദീഖിനെ നിർത്തൂല. ആ സിദ്ദീഖ് അങ്ങളാ ഇനി മറുപടി പറയേണ്ടത്. എന്താ അബൂബക്കർ, ഞാനല്ലേ അവിടെ പറഞ്ഞത് നിൽക്കാൻ, നിസ്കാരമല്ലേ, എന്താ ബേക്കോട്ടേക്ക് തന്നെ വന്നത്? അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മറുപടി, അബൂ ഖുഹാഫ എന്നാ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഉപ്പാൻ്റെ പേര്. മറുപടി എന്താ അറിയോ, എനിക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും നബിയെ, പക്ഷേ അബൂ ഖുഹാഫൻ്റെ മോന് മുത്തുനബീൻ്റെ മുമ്പിൽ മുക്കാൻ മാത്രമൊന്നും ആയിട്ടില്ലല്ലോ നബിയെ, അതിൻ്റെ അവിടെയൊന്നും ഞാനായിട്ടില്ലല്ലോ. കണ്ടോ, ഇതാണ് ശരിക്കുള്ള മഹബത്ത്. അത് നമുക്ക് ഏത് സ്വഹാബിമാരുടെയും ജീവിതത്തിലൂടെ പഠിക്കാൻ പറ്റും കേട്ടോ. ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്രമിക്കുമോ എന്ന് പേടിച്ചിട്ട് തങ്ങളെ നേരെ പോയിട്ട് ഇങ്ങനെ നിന്ന ആളാണ് അബൂ ദുജാന റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിന്റെ ഫേസ് ടു ഫേസ്. എന്നിട്ട് അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറഞ്ഞത്, തങ്ങൾ എത്തി നോക്കല്ലേ നബിയെ, അമ്പ് വരുന്നുണ്ട്, ഇരുമ്പിൻ്റെ അമ്പ് തങ്ങൾക്കെതിരെ വരുന്നുണ്ട്, ഒന്നും തങ്ങൾക്ക് ഏൽക്കരുത്, തങ്ങൾ നോക്കല്ലേ നോക്കല്ലേ. ഇത് പറയുമ്പോൾ 19 ഇരുമ്പിൻ്റെ അമ്പ് ഈ പുറത്ത് തറച്ചിട്ട് 19 ദ്വാരത്തുനിന്ന് ബ്ലഡ് ഇങ്ങനെ ഒലിക്കുന്നുണ്ട്. അന്നേരം അബൂ ദുജാന ഞങ്ങൾ പറയും, നോക്കല്ലേ നബിയെ, അതെ അമ്പ് തറക്കുന്നു. അപ്പോൾ അബൂ ദുജാനക്ക് തറക്കൂലേ? അതിന് അബൂ ദുജാൻ ഇല്ലല്ലോ. അപ്പോഴാണ് നമ്മൾ ബുർദ കിതാബിൻ്റെ ഇടയിൽ വീഡിയോ നമ്മളെ പ്രദർശിപ്പിക്കാൻ നിർത്താനായി ഈ സൂക്കടൊക്കെ, ഘോഷയാത്രൻ്റെ ഇടയിൽ സെൽഫി. നമ്മൾ എന്നാണ് നമ്മളെ ഡിലീറ്റ് ആക്കുക? നമ്മളെ പൂജിച്ച് ജീവിക്കുന്ന കാലത്തോളം എപ്പോഴാണ് നമ്മളെ അബ്ദുള്ളയാവുക? നമുക്കുള്ളിൻ്റെ ഉള്ളിലൊരു പേടി വേണം. ഞാൻ ഈ ചെയ്യുന്നതൊക്കെ കാട്ടിക്കൂട്ടലാണോ എന്ന് ആലോചിക്കണം. ഒരു സാഹിത്യോത്സവം എന്തെങ്കിലും പദ്ധതി കഴിഞ്ഞാൽ പിന്നണിയിൽ പ്രവർത്തിച്ചവർ എന്നിട്ട് ഒരു 25 ആളെ പേര് ഫോട്ടോയെല്ലാം കാണാം. എൻ്റെ പൊന്നാന മക്കളെ, പിന്നണിയിൽ പ്രവർത്തിച്ചതന്നെ ആരും കാണാതിരിക്കാനല്ലേ? നിങ്ങളിപ്പോൾ മുന്നണിയായല്ലോ, ആരും കാണണ്ട നമ്മളെ.